ഹായ് ഗൈസ്, പ്രണയവും കലയും ഒന്നിച്ചപ്പോൾ ഉണ്ടായ ചരിത്ര നിർമ്മിതി കാണാനാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിലൊന്ന് നമ്മുടെ രാജ്യത്താണ് എന്നുള്ളത് ഒരു അഭിമാനം തന്നെയല്ലേ. ഇന്ത്യ ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന മഹത്തായ നിർമ്മിതി താജ്മഹൽ. താജ്മഹലിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി 500 മീറ്റർ റേഡിയസിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അതുകൊണ്ട് പാർക്കിങ്ങിൽ വാഹനം നിർത്തിയ ശേഷം ഇലക്ട്രിക് വെഹിക്കിളിലാണ് ഞങ്ങൾ പോയത്. ടിക്കറ്റൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തതുകൊണ്ട് ഇവിടെ എത്തിയതിനു ശേഷം നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് പോയി. അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി. ഒരേപോലെ കാണുന്ന ഈ കെട്ടിടത്തിൽ ഒന്ന് ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യമാരിൽ ഒരാളായ ഫിർഹന്തി ബീഗത്തിന്റെ ഖബറാണ്. താജ്മഹൽ ഒഴികെ ഇവിടെയുള്ള മറ്റെല്ലാ കെട്ടിടങ്ങളും ചെങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന നീണ്ട കെട്ടിടത്തിനകത്ത് മറ്റു പലരുടെയും ഖബറുകളുണ്ട്. ഇതാണ് താജ്മഹലിന്റെ ഗ്രേറ്റ് ഗേറ്റ്. താജ്മഹലിന്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ ഈ ഗേറ്റിന്റെ പണി തുടങ്ങിയിരുന്നു. ഏകദേശം 22 വർഷമാണ് താജ്മഹലിന്റെ പണി പൂർത്തിയാക്കാൻ എടുത്തത്. ഈ ഗേറ്റിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് താജ്മഹൽ മുന്നിൽ തെളിയുന്നത് പോലെ കാണും. അത് ക്യാമറയിൽ പകർത്താനുള്ള തിരക്കാണിവിടെ. മുഗൾ സാമ്രാജ്യകാലത്ത് ഇവിടെയൊക്കെ ആപ്പിളും ഓറഞ്ചിന്റെയും മരങ്ങളായിരുന്നു അത്രേ കൂടുതലും. അതൊക്കെ വെട്ടിമാറ്റി ഈ കാണുന്ന പോലെയുള്ള ഗാർഡൻ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ചില കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോൾ മറ്റു ചിലത് നമ്മളെ നിശബ്ദരാക്കും. താജ്മഹൽ അത്തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ്. താജ്മഹലിന്റെ ഉള്ളിൽ ക്യാമറ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് പുറമേയുള്ള ചിത്രങ്ങൾ പകർത്തുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പിന് മേലെ അവരവിടെ നിന്ന് തരുന്ന ഒരു കവർ ഇട്ടിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാൻ. ഇതൊക്കെ താജ്മഹലിന്റെ സംരക്ഷണത്തിനായി കൊണ്ടുവന്ന റൂളുകളാണ്. താജ്മഹലിനെ ഇതുപോലെ സംരക്ഷിക്കുക എന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണല്ലോ. ഈ കാണുന്ന യമുനയുടെ തീരത്ത് ഷാജഹാൻ ഒരു ബ്ലാക്ക് താജ്മഹൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇതുപോലൊരു നിർമ്മിതി ഇനി ഉണ്ടാക്കാൻ ഷാജഹാൻ ആഗ്രഹിച്ചില്ല എന്നും പറയുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരുപാട് സമയം ചെലവഴിച്ചു. ഉസ്താദ് അഹമ്മദ് ലഹോറി എന്ന ശില്പിയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും കഠിനാധ്വാനമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. അങ്ങനെ താജ്മഹലിനോട് വിട പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.